Hi guys, welcome to William IS Academy. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പൊളിറ്റി എം ലക്ഷ്മികാന്തിൻ്റെ ലെക്ചർ 1 ആണ്. ഓക്കെ, സോ ലെക്ചർ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രസിഡൻറ്റിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റി കവർ ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, സോ നമ്മൾ പ്രസിഡൻറ്റ് മുതൽ താഴത്തേക്ക് നമ്മുടെ ഹയറാർക്കിക്കൽ ഓർഡറിലായിരിക്കും പഠിക്കുന്നത്. സോ നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക നമ്മൾ അങ്ങനെ പഠിക്കുന്ന സമയത്താണ്. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പാർട്ട് 5. ഓക്കെ, പാർട്ട് 4 എന്ന് പറയുന്നത് DPSP ആണ്. ഓക്കെ, ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 കഴിഞ്ഞിട്ടുള്ള പാർട്ട് 5ലാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ. ഓക്കെ, സോ അപ്പം ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കുക. ഇവിടെ മറ്റൊരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. ഓക്കെ, മറ്റൊരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ 52 കൂടി ഒരു 101 കൂടി കൂട്ടുന്ന സമയത്ത് എത്ര വരും? 153 വരും. ഓക്കെ, 153 വരും. ഓക്കെ, 153 മുതൽ അതിൻ്റെ കൂടെ ഈ 7 ഉണ്ടല്ലോ, ഈ 7 അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഓക്കെ, ഈ 7 അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, നമ്മൾ ഈ 7 അതുപോലെ തന്നെ എഴുതി. 78 വരെ ഉള്ളതല്ലേ. ഓക്കെ, സോ ഈ 7 അതുപോലെ എഴുതി. ഈ 1 അതുപോലെ തന്നെ എഴുതി. ഈ 6 നമ്മൾ അതുപോലെ ഇതിനോട് ഒന്നുകൂടി കൂട്ടി 6 എന്ന് എഴുതി. ഓക്കെ, സോ ഇന്ത്യൻ ഭരണഘടനയിലെ 153 മുതൽ 167 വരെ എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, സോ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചും, അതിൻ്റെ കൂടെ ഒരു 101 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 153 വരും. അതിൽ ഈ 77 താഴത്തേക്ക് ഇറങ്ങി 1 ഇതുപോലെ തന്നെ എഴുതി, 5 കൂടെ 106 എഴുതി 167. ഓക്കെ, ആർട്ടിക്കിൾ 153 മുതൽ 167 വരെയാണ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നമ്മുടെ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് പാർട്ട് 5 ആണെങ്കിൽ ഗവർണർ വരുന്ന സമയത്തേക്ക് അത് പാർട്ട് 6 വരും. ഓക്കെ, പാർട്ട് 6 വരും. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ പാർട്ട് വരും. ഓക്കെ, പാർട്ട് 6 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗവർണറെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു കാര്യം ഓർത്തിരിക്കാനുള്ളത് ആർട്ടിക്കിൾ 123. ഓക്കെ, ആർട്ടിക്കിൾ 123 അതിനെ കുറച്ചും കൂടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാലുള്ള ആർട്ടിക്കിൾ 213. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 123? ആർട്ടിക്കിൾ 213. ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത് പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ്. ഓക്കെ, പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 213 എന്ന് പറയുന്നത് ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ്. ഓക്കെ, പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 123. ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 213. ഓക്കെ, ദെൻ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും AGIയും കൂടെ ചേർന്നാണ് നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വരുന്ന സമയത്തേക്ക് ഇത് നമ്മുടെ ഗവർണർ വരും, ചീഫ് മിനിസ്റ്റർ വരും, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരും, AGSും വരും. ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനെ കുറിച്ചാണ്. ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന സമയത്തേക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ഓക്കെ, പ്രസിഡൻറ്റിനെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ നമ്മൾ അമേരിക്കൻ പ്രസിഡൻറ്റിനെ പോലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, MP-മാരും MLA-മാരും കൂടെ വോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, സോ ഇനി എന്തുകൊണ്ടാണ് റീസൺസ് ഫോർ ദ ഇൻഡയറക്റ്റ് ഇലക്ഷൻ? ഓക്കെ, സോ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് ഇൻഡയറക്റ്റ്ലി സെലക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നോമിനൽ എക്സിക്യൂട്ടീവാണ്. ഓക്കെ, നോമിനൽ എക്സിക്യൂട്ടീവാണ്. ഓക്കെ, നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ യഥാർത്ഥ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. ഇതൊരു കാര്യം നമ്മുടെ ഇൻഡയറക്റ്റ് ഇലക്ഷനുള്ള. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളത്, വെരി കോസ്റ്റ്ലിയുമാണ്. അതുപോലെ തന്നെ ഭയങ്കര എനർജി കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ റീസൺ എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വന്നത്? ഇൻഡയറക്റ്റ് ഇലക്ഷൻ വരാനുള്ള 2 റീസൺ. ഒന്നെന്ന് പറയുന്നത് പ്രസിഡന്റ് നോമിനൽ എക്സിക്യൂട്ടീവ് ആണ്, റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, ഭയങ്കര സാമ്പത്തികമായിട്ട് ചിലവ് വരുന്നൊരു പ്രൊസീജിയറാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഭയങ്കര ടൈം കൺസ്യൂമിങ്ങും എനർജി കൺസ്യൂമിങ് കൂടെ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്
ഡയറക്റ്റ് ഇലക്ഷൻസ്. സോ ഈ രണ്ട് കാരണം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷനായിട്ട് മാറിയത്. ഓക്കെ, സോ കാര്യം ഓർത്ത് വെക്കുക. പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മുടെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണുള്ളത്? ഒന്ന്, നമ്മുടെ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. ആ കാര്യത്തിൽ ഓർത്തൊക്കെ നിങ്ങളെ ഇലക്റ്റഡ് മെമ്പേഴ്സാണ് കേട്ടോ. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് എവിടത്തെയാണ്? ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഓക്കെ, ലോക്സഭയിലും രാജ്യസഭയിലും എലക്റ്റഡ് മെമ്പേഴ്സ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി റൈറ്റില്ല. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. ഓക്കെ, നമ്മുടെ ഇലക്ട്രൽ കോളേജിലുള്ളത് ഒന്നാമതായിട്ട് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലുള്ള എലക്റ്റഡ് മെമ്പേഴ്സ്. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ചോദ്യം വരും ആരൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ നോമിനേറ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യം വരും. നോമിനേറ്റഡ് മെമ്പേഴ്സിന് പ്രസിഡന്റ് ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഇല്ല എന്നുള്ള കാര്യത്തിന് ഓർത്തിരിക്കുക. ഓക്കെ, ഇലക്ഷനും പഠിക്കണം, ഇംപീച്ച്മെൻറ്റിനും ആർക്കും വോട്ട് ചെയ്യാനുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്തേക്ക് ആർട്ടിക്കിൾ 61 പഠിക്കുന്ന സമയത്ത് ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ അടുത്തതായിട്ട് ഇതിലേക്ക് വരുന്നത് നമ്മുടെ എലക്റ്റഡ് മെമ്പേഴ്സ്. എലക്റ്റഡ് മെമ്പേഴ്സ് ഏതാണ്? നമ്മുടെ സംസ്ഥാനത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം നമ്മൾ ഓർത്തിരിക്കുക, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നതിൽ നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് 6 സംസ്ഥാനങ്ങൾ. ഓക്കെ, 6 സംസ്ഥാനങ്ങളിൽ ഒരു സഭയിൽ 2 സഭകളുണ്ടെന്നറിയാം. ഓക്കെ, സോ ഈ 2 സഭകളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രസിഡന്റിന് വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെയ്തർ എലക്റ്റഡ് നോർ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആർ പാർട്ട് ഓഫ് കോളേജ്. ഓക്കെ, നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്നതോ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് എന്തില്ല? പ്രസിഡന്റ് ഇലക്ഷനകത്ത് വോട്ട് ചെയ്യാനുള്ള പവറില്ല. ഓക്കെ, ആ കാര്യം ഓർത്തുക. പിന്നീടുള്ളത് യൂണിയൻ ടെറിട്ടറി ആയും, അതായത് മൂന്നാമതായിട്ട് നമുക്കുള്ളത് ഡൽഹി. ഓക്കെ, ഡൽഹി ആൻഡ് പുതുച്ചേരി. ഓക്കെ, കൂടെ UT. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഏതാണ്? ഡൽഹി, പുതുച്ചേരി. അത് ഓർത്തിരിക്കുക. ഓക്കെ, എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഈ 2 യൂണിയൻ ടെറിട്ടറീസ് മാത്രമേ ഉള്ളൂ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, സോ അങ്ങനെ നമ്മൾ അവസാനം പറഞ്ഞത് ആരൊക്കെയാണ് നമുക്ക് വോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോത്ത് ഹൗസ് ആരൊക്കെയാണ്? ലോക്സഭയിലെ രാജ്യസഭയിലെ എലക്റ്റഡ് മെമ്പേഴ്സ്. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. രണ്ടാമതായിട്ട് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് അസംബ്ലീസ്. നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ MLA മാർ വോട്ട് ചെയ്യും, പക്ഷേ നെയ്തർ ഇലക്റ്റഡ് നോർ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാർട്ട് ഓഫ് നമ്മുടെ കൊളീജിയം എന്ന് ഓർക്കുക. ഓക്കെ, സോറി, കൊളീജിയം പാർട്ട് ഇലക്ടറൽ കോളേജ് എന്ന് ഓർക്കുക. ഓക്കെ, പിന്നീട് നമ്മുടെ ഈ വോട്ട് കൗണ്ട് ചെയ്യുന്ന രീതി. ഓക്കെ, നമ്മുടെ ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഒരു യൂണിഫോമിറ്റി വരാൻ വേണ്ടി നമുക്ക് ഓരോ വോട്ട് കൗണ്ട് ചെയ്യുന്നത് പ്രത്യേക രീതിയിലാണ്. ഓക്കെ, നമ്മുടെ വാല്യൂ ഔട്ട് ഓഫ് MLA. ഓക്കെ, MLA-മാരുടെ വോട്ട് കൗണ്ട് ചെയ്യുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, നമ്മുടെ സംസ്ഥാനത്തിലെ ടോട്ടൽ പോപ്പുലേഷനെ ആ സംസ്ഥാനത്തുള്ള എലക്റ്റഡ് MLA-മാരെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എലക്റ്റഡ് MLA-മാരെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഓരോ MLA-മാരുടെയും വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു MLA-യുടെ വോട്ട് എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തുള്ള ടോട്ടൽ ജനസംഖ്യനെ ആ സംസ്ഥാനത്തുള്ള ടോട്ടൽ MLA-മാരുടെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 1/1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, 1/1000 എന്ന് പറയുമ്പോഴത്തേക്കും ഈ 1000 ഇങ്ങോട്ട് പോരും. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത് ഒരു MLA-യുടെ വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വരിക നമുക്ക് ഡെഫിനറ്റ്ലി അത് UP-യിലായിരിക്കും. ഓക്കെ, ജനസംഖ്യ കൂടുതൽ വരുന്ന സമയത്തേക്ക് വോട്ട് ചെയ്ത് കൂടും. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ വാല്യൂ ഓഫ് വോട്ട് ഓഫ് ആൻ MP. ഒരു MP-യുടെ വോട്ട് കൗണ്ട് ചെയ്യുന്നത് ദെൻ നമ്മുടെ MP-മാരുടെ വോട്ട് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ വോട്ട്സ് ഓഫ് ഓൾ MLAs ഓഫ് ഓൾ സ്റ്റേറ്റ്. ഓക്കെ, അതിനെ നമ്മുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള
ടോട്ടൽ എലക്ടഡ് മെമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഓരോ എം പിമാരുടെ വോട്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ആ നമ്പർ എത്രയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു കറൻറ്റ്ലി അത് 708 സംതിങ് ഏതാണ്ട് നമ്പറാണ്. ഓക്കെ, നിങ്ങളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് ബിക്കോസ് ഇപ്പം പ്രസിഡൻറ്റ് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, സോ ആ നമ്പർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഞാനത് ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷൻ ഇടാം. ഓക്കെ, ഇപ്പോഴത്തെ നിലവിലുള്ള നമ്പർ എത്രയാണെന്നുള്ളത്. ഓക്കെ, പിന്നീട് നേരത്തെ പറഞ്ഞ ഇലക്ഷൻ നടക്കുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത്. നമ്മുടെ സാധാരണ നോർമൽ ഇലക്ഷൻ നടക്കുന്നത് പോലെ വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടല്ല നമുക്ക് ഇലക്ഷൻ നടക്കുന്നത്. പ്രസിഡൻറ്റ് ഇലക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സീക്രട്ട് ബാലറ്റാണ്. ഓക്കെ, നമുക്ക് സീക്രട്ട് ബാലറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രസിഡൻറ്റ് ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ നോർമൽ MLA ഇലക്ഷൻ പോലെ നമ്മുടെ MLA ഇലക്ഷൻ പോലെ നമ്മുടെ വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടല്ല നമ്മുടെ പ്രസിഡൻറ്റ് ഇലക്ഷൻ നടക്കുന്നത്. അത് പണ്ടത്തെ രീതിയിലുള്ള ബാലറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. ഇത് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഒരാൾ വിജയിച്ചു എന്ന് നോക്കുന്നത് ടോട്ടൽ കൗണ്ട് പോൾ ചെയ്തിട്ടുള്ള വോട്ടിനെ നമുക്ക് 2/2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് +1. ഓക്കെ, ഇപ്പോൾ 2 പേരാണ് വയ്ക്കുക. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് നോർമലി വിജയിയെ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇലക്ടോറൽ കോട്ട ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് പോൾഡ് ഡിവൈഡഡ് ബൈ 2+1 ആണ്. ഓക്കെ, സോ ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നീട് നമ്മുടെ വോട്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാവുന്നതാണ്. സുപ്രീം കോടതിയുടെ ഡിസിഷൻ അതെങ്കിൽ ഫൈനലായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ പ്രസിഡൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാവുന്നു. സുപ്രീം കോടതി അതിൽ എന്ത് ഡിസിഷൻ എടുക്കുന്നു ആ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനലും ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, സപ്പോസ് സുപ്രീം കോടതി പറയുവാണ് ഇഫ് ദ ഇലക്ഷൻ ഇസ് ഡിക്ലെയർഡ് ആസ് വോയിഡ്. ഓക്കെ, സുപ്രീം കോടതി പറഞ്ഞാണ് സുപ്രീം കോടതി ആ ഇലക്ഷൻ അവോയ്ഡായിട്ട് ഡിക്ലെയർ ചെയ്യുവാന്ന് വരിക. ഓക്കെ, സോ അത് എന്നാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതുവരെ ആ പ്രസിഡൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഓരോ നിയമങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളല്ല ആക്ടുകളും അതുവരെ പാസ്സാക്കിയിട്ടുള്ള എല്ലാ ആക്ടുകളും നിലനിൽക്കുന്നതായിരിക്കും. ഓക്കെ, അത് ഇൻവാലിഡേറ്റ് ആക്കില്ല. സോ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, സപ്പോസ് ഈ ഒരു ഇലക്ഷൻ നടന്നു, അത് സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ സുപ്രീം കോടതി അത് വോയിഡാക്കി. ഓക്കെ, സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് എന്നാണോ ആ വിധി വരുന്നത് ആ വിധി വരുന്നുള്ള ദിവസം വരെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രസിഡൻറ്റ് എന്തൊക്കെ നിയമം പാസ്സാക്കിയിട്ടുണ്ടോ ആ നിയമങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുകയും അത് ഇൻവാലിഡേറ്റ് ആവാതിരിക്കുകയും ചെയ്യും. സോ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പ്രസിഡൻറ്റിലെ പാർട്ട് 1 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തത് പാർട്ട് 2 ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.